It is called a local linear approximation. Local linear approximation. എന്താണ് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ? വളരെ സിമ്പിൾ ആയി ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് സൈൻ സീറോയുടെ വാല്യൂ അറിയാം. സൈൻ സീറോയുടെ വാല്യൂ അറിയാം. സൈൻ സീറോ എന്താണ്? സൈൻ സീറോ സൈൻ സീറോ സീറോ ആണ്. ശരി, ഇനി എനിക്കറിയാനുള്ളത് സൈൻ സൈൻ 0.1. സൈൻ 0.1. സൈൻ 0.1 എന്താണെന്ന് അറിയാം. ഓബ്വിയസ്ലി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുക്കുമ്പോൾ സൈൻ 0.1 തരും, അങ്ങനെ കിട്ടും. അല്ലാതെ സൈൻ 0.1ന്റെ വാല്യൂ ഒന്നും നിങ്ങൾ കാണാതെ പഠിച്ചിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോ ഇവിടെ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ സഹായിക്കുന്ന എന്താണെന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട ഒരു വാല്യൂല് ഒരു ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഒരു ഫംഗ്ഷന്റെ ഒരു പർട്ടിക്കുലർ സ്ഥലത്തുള്ള വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പോയിന്റിന്റെ അടുത്തുള്ള, മീൻസ് തൊട്ടടുത്തുള്ള നമ്മൾ പറയും ലോക്കലായിട്ടുള്ള ഒരു വാല്യൂ അറിഞ്ഞിരിക്കണം. അതെ, നിങ്ങൾക്ക് സൈൻ 0.1 കണ്ടുപിടിക്കും, പക്ഷെ അതിന്റെ ലോക്കലായിട്ടുള്ള ഒരു വാല്യൂ നിങ്ങൾക്ക് അറിയാം. സൈൻ സീറോയുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. ലോക്കലായിട്ടുള്ള വാല്യൂ നിങ്ങൾക്ക് അറിയാം എങ്കിൽ നിങ്ങൾക്കൊരു ലീനിയർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ കഴിയും. ലീനിയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രി 1 ആയിട്ടുള്ള ഫംഗ്ഷൻ. അതായത് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷനൊക്കെ ഡിഗ്രി 2nd ഡിഗ്രിയാണ്, മറ്റേ ക്യൂബിക് ഇക്വേഷനൊക്കെ ഡിഗ്രി 3rd ആണ്. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു ലീനിയർ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഡിഗ്രി 1 ആയിട്ടുള്ള ഇക്വേഷൻ, അതായത് ax+b ഫോർമാറ്റിലുള്ള ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് അതിൻ്റെ അകത്ത് ഈ എക്സ് വാല്യൂ 0.1 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈൻ 0.1നെ അപ്രോക്സിമേറ്റ് ചെയ്യാൻ കഴിയും. സൈൻ 0.1നെ അപ്രോക്സിമേറ്റ് ചെയ്യാൻ കഴിയും. ആൻഡ് ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ. അതായത് നിങ്ങൾക്ക് ഒരു ഫംഗ്ഷന്റെ പർട്ടിക്കുലർ വാല്യൂ കണ്ടുപിടിക്കണം. പക്ഷേ നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ വാല്യൂ കണ്ടുപിടിക്കാൻ എന്തോ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പോയിന്റിന്റെ ലോക്കലായിട്ടുള്ള ഏതെങ്കിലും പോയിന്റ് അറിയാമെങ്കിൽ, ഇപ്പോൾ സൈൻ 0.1 ആയിരുന്നു, എനിക്ക് സൈൻ 0 അറിയാമെങ്കിൽ ആ ഒരു ലോക്കൽ പോയിന്റിലെ വാല്യൂ വെച്ചിട്ട് നിങ്ങൾക്കൊരു ലീനിയർ ഫംഗ്ഷൻ ഡിഗ്രി 1 ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ കഴിയും. സച്ച് ദാറ്റ് അയാള് ആ ഫംഗ്ഷന്റെ നമുക്ക് കണ്ടുപിടിക്കേണ്ട പോയിന്റിലെ ഒരു അപ്രോക്സിമേഷൻ തരും. ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ. എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിനു മുമ്പേ നിങ്ങൾ മനസ്സിലാക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ എഴുതാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ ഡെൽറ്റ വൈ എന്ന് പറയുന്നത് മീൻസ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെന്ന് വിചാരിക്കുക. y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എക്സ് വാല്യൂകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് കേട്ടോ. ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എക്സ് വാല്യൂകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതായത് x1 മൈനസ് x0 ഇതാണ് ഡെൽറ്റ എക്സ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് എക്സ് വാല്യൂകളുടെ വൈ വാല്യൂകൾ തമ്മിലുള്ള ഡിഫറൻസ്. ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എക്സ് വാല്യൂ, x1 x0 ആണ്. എക്സ് വാല്യൂ എന്ന് പറയുകയാണെങ്കിൽ x1 മൈനസ് x0 ആണ്. എക്സ് വാല്യൂകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡെൽറ്റ എക്സ്. x1 ഫംഗ്ഷനിൽ കൊടുത്താൽ കിട്ടുന്ന വാല്യൂവും x0 ഫംഗ്ഷനിൽ കൊടുത്താൽ കിട്ടുന്ന വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡെൽറ്റ വൈ. It is the difference between delta y. It is the delta x is the difference between x values, and delta y is the difference between corresponding y values. Done. അതിനെ വേണമെങ്കിൽ നിങ്ങൾ y1 മൈനസ് y0 എന്ന് വിളിച്ചു. അതായത് x1 എഫ് കൊടുക്കുമ്പോൾ കിട്ടുന്ന y1, x0 എഫ് കൊടുക്കുമ്പോൾ കിട്ടുന്നത് y0.
ഇതാണ് ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ. ഓക്കെ, ഡൺ. ഈ ഡി വൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡി വൈ ഡി എക്സ് നിങ്ങൾക്കറിയാം, ഡി വൈ എന്ന് പറയുന്നതും ഡി എക്സ് എന്ന് പറയും. ഓക്കെ, ഈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്കറിയാം, എക്സ് വാല്യൂ ഞാൻ തരുന്നത്, ആദ്യത്തെ വാല്യൂ എക്സ് വാല്യൂ, ആദ്യത്തെ വാല്യൂ 5ഉം രണ്ടാമത്തെ വാല്യൂ 2ഉം ആണെന്ന് വിചാരിക്കുക. 5ഉം 2ഉം. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എക്സ് നിങ്ങൾ സുഖമായി കണ്ടുപിടിക്കുക. 5 - 2 3. 5 - 2 3. 5 - 2 3. ഡൺ. പക്ഷെ എന്താണ് ഇയാളും ഡി എക്സും തമ്മിലുള്ള വ്യത്യാസം? ഡി എക്സ് എന്ന് പറയുന്നത് വളരെ വളരെ മൈന്യൂട്ടായ ഡിഫറൻസ് ആയിരിക്കും കേട്ടോ. വളരെ വളരെ മൈന്യൂട്ടായ ഡിഫറൻസ് ആയിരിക്കും. സാർ 5 - 2 അല്ലേ? സോറി സോറി, 5 - 2. ഓക്കെ, 5 - 2 മാറിപ്പോയതാണ്. 5 - 2 3. ഓക്കെ, ഡൺ. ഈ ഡെൽറ്റ എക്സ് കണ്ടുപിടിക്കാൻ ഞാൻ എടുത്ത വാല്യൂ നോക്കൂ, 5ഉം 2ഉം. അത് രണ്ടും 2 വാല്യൂ ആണ്. അവർ തമ്മിൽ ഒരു നല്ല ഡിഫറൻസ് ഉണ്ട്, 3. പക്ഷെ ഡി എക്സ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. 2 വാല്യൂകൾ തമ്മിലുള്ള വളരെ വളരെ മൈന്യൂട്ടായ ഡിഫറൻസ്. മൈന്യൂട്ടായ ഡിഫറൻസ്. ഓക്കെ, അതാണ് ഡി എക്സ്. ഡി എക്സ് ഡെൽറ്റ എക്സ് ഡിഫറൻസ് തന്നെയാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഡി എക്സ് എന്ന് പറയുന്നത് വളരെ വളരെ മൈന്യൂട്ടായ ഡിഫറൻസ്. സേ ഫോർ എക്സാമ്പിൾ, 1 മൈനസ് 0.99999, 1ഉം 0.9999. അപ്പൊ അവർ തമ്മിലുള്ള ഡിഫറൻസ് 0.0000001. ഇതാണ് അവർ തമ്മിലുള്ള ഡിഫറൻസ്. ഇല്ല, ഒരു 0 കൂടിപ്പോയി കേട്ടോ. ഇതാണ് അവർ തമ്മിലുള്ള ഡിഫറൻസ്. ഇതിനേക്കാളും വേണമെങ്കിൽ മൈന്യൂട്ട് ആക്കാം, ഇതിനേക്കാളും വേണമെങ്കിൽ മൈന്യൂട്ട് ആക്കാം. ഒരു 6 9 ഉള്ളത് കൊണ്ട് മൈനസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു 10 9 ഉള്ളത് കൊണ്ട് മൈനസ് ചെയ്യാം. അങ്ങനെയുള്ള മൈന്യൂട്ടായ ഡിഫറൻസിനെയാണ് ഡി എക്സ് എന്ന് വിളിക്കുന്നത്. ഡെൽറ്റ എക്സ് ഡിഫറൻസ് ആണ്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വളരെ 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 മൈന്യൂട്ടായ ഡിഫറൻസിനെയാണ് നമ്മൾ ഡി എക്സ് എന്ന് വിളിക്കുന്നത്. ഈ കറസ്പോണ്ടിങ് വാല്യൂ എടുത്ത് ഫംഗ്ഷനിൽ കൊടുക്കുമ്പം ഫംഗ്ഷനിൽ വളരെ 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 മൈന്യൂട്ടായ ഡിഫറൻസ് വരുമല്ലോ, അത് ഡി വൈ. ഈ ഫംഗ്ഷൻ വൈ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ആയിരിക്കും, ആരാണെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ അയാളെ എടുത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു, ഫംഗ്ഷനിൽ കൊടുക്കുന്നു. അപ്പൊ ഫംഗ്ഷൻ വാല്യൂകൾ കിട്ടുമല്ലോ. അപ്പൊ ആ ഫംഗ്ഷൻ വാല്യൂകൾ തമ്മിലുള്ള വളരെ 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 മൈന്യൂട്ടായ ഡിഫറൻസിനെയാണ് നമ്മൾ ഡി വൈ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഡെൽറ്റ എക്സും ഡെൽറ്റ വൈയും ഡി എക്സും ഡി വൈയും ഡിഫറൻസുകൾ തന്നെയാണ്. പക്ഷേ അവരിലെ ഡി എക്സും ഡി വൈയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവര് വളരെ വളരെ മൈന്യൂട്ടായ ഡിഫറൻസ് ആയിരിക്കും. അവര് വളരെ വളരെ മൈന്യൂട്ടായ ഡിഫറൻസ് ആയിരിക്കും. അത്രേ ഉള്ളൂ വ്യത്യാസം. അത്രേ ഉള്ളൂ അവർ തമ്മിലുള്ള വ്യത്യാസം. ഡൺ. ഡൺ. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ളത്. ഇതാണ് നമ്മൾ ആദ്യം ഇവിടെ മനസ്സിലാക്കാനുള്ളത്. ഡൺ. അപ്പൊ നമ്മൾ നേരെ ഡെറിവേറ്റീവിലേക്ക് പോകുന്നു. ഇവര് നമ്മൾ വിശ്വസിക്കുന്ന അനുസരിച്ച് ഈ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഓബ്വിയസ്ലി നിങ്ങൾക്കറിയാം ഡി വൈ ബൈ ഡി എക്സ് ആണ്. ഡി വൈ ബൈ ഡി എക്സ്. ഞാൻ പറഞ്ഞു, ഈ ഡി വൈ എന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഡിഫറൻസ് ആണ്, വ്യത്യാസമാണ്. അതുകൊണ്ട് ഞാൻ അയാളെ ഡെൽറ്റ വൈ എന്നും ഡെൽറ്റ എക്സ് എന്നും എടുക്കും. ഡെൽറ്റ വൈ എന്നും ഡെൽറ്റ എക്സ് എന്നും എടുക്കും. അതായത് വൈ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസും എക്സ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസും. അപ്പൊ അയാളെ ഞാൻ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ആൻഡ് താഴെ എക്സ് മൈനസ് എക്സ് നോട്ട്. ഡെൽറ്റ എക്സ് തമ്മിലുള്ള ഡിഫറൻസ് എക്സ് മൈനസ് എക്സ് നോട്ട്. എക്സ് ആണ് ആദ്യത്തെ വാല്യൂ, രണ്ടാമത്തെ വാല്യൂ എക്സ് നോട്ട്.
ഡെൽറ്റ വൈ എന്താണ്? എഫ് ഓഫ് എക്സ്, ഇതിന്റെ വാല്യൂ എഫ് ഓഫ് എക്സ്, ഇതിന്റെ വാല്യൂ എഫ് ഓഫ് എക്സ് തമ്മിലുള്ള ഡിഫറൻസ്. ഡൺ. Therefore, I can write it as f dash of x equal to f of x minus f of x naught divided by x minus x naught. ഞാൻ ഇയാളെ ഇപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എക്സ് മൈനസ് എക്സ് നോട്ട് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട്. ആൻഡ് ഫൈനലി എഫ് ഓഫ് എക്സിനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് into x minus x naught. X minus x naught. I will take x minus x naught as delta x. X minus x naught as delta x. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് x minus x naught delta x ആകുമ്പോൾ ഇവിടെ x-ന് പകരം x naught plus delta x ആകും. x naught plus delta x ആകും. x minus x naught delta x ആവുമ്പോൾ let x minus x naught equal to delta x ആവുമ്പോൾ നിങ്ങളുടെ x എന്ന് പറയുന്നത് x naught plus delta x ആവും ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട്. അത് അങ്ങനെ തന്നെ കിടക്കട്ടെ, അയാൾക്ക് ഞാൻ യാതൊരുവിധ മാറ്റവും വരുത്തുന്നില്ല. എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ആയിക്കോട്ടെ, എക്സ് മൈനസ് എക്സ് നോട്ട് ഡെൽറ്റ എക്സ്. എക്സ് മൈനസ് എക്സ് നോട്ട് ഡെൽറ്റ എക്സ്. ഓക്കെ, ഈ രണ്ട് ഫോർമുലയും സൂചിപ്പിക്കുന്നത് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ. ഈ രണ്ട് ഫോർമുല സൂചിപ്പിക്കുന്നത് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ഫോർമുലയാണ്. ഡൺ. ഈ രണ്ട് ഫോർമുലയെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. രണ്ടും ഉപയോഗത്തിലുള്ള ഫോർമുലകളാണ്. പക്ഷെ രണ്ടുപേരും ഒന്ന് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. This is the local linear approximation of f at x naught. It is the local linear approximation of f at x naught. Done. ലോക്കൽ ആയിട്ടുള്ള വാല്യൂ അറിയാമെങ്കിൽ അത് വെച്ചിട്ട് തൊട്ടടുത്തുള്ള വാല്യൂ അപ്രോക്സിമേറ്റ് ചെയ്യാം. നിങ്ങൾ ആലോചിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞു സൈൻ സീറോ വെച്ചിട്ട് സൈൻ 0.1 നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം. പക്ഷെ സൈൻ 0 വെച്ചിട്ട് സൈൻ 1.5 അപ്രോക്സിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് ചെയ്യാം, പക്ഷെ അപ്രോക്സിമേഷൻ ആണ്, ആക്ച്വൽ വാല്യൂ അല്ല. അതുകൊണ്ട് തന്നെ എറർ ഉണ്ടാവും. എറർ ഭീകരമായി വലുതായിരിക്കും. സൈൻ 0 അറിയാം, 0 വെച്ചിട്ട് നമുക്കൊരു 44 അപ്രോക്സിമേറ്റ് ചെയ്യാം. സൈൻ 44 അപ്രോക്സിമേറ്റ് ചെയ്യാന്ന് വിചാരിക്കരുത്. നിങ്ങൾക്കൊരു വാല്യൂ കിട്ടുമായിരിക്കും. ആ വാല്യൂ യഥാർത്ഥ വാല്യൂവിൽ നിന്ന് ഒരുപാട് ദൂരെ ആയിരിക്കും. പക്ഷെ അതേസമയം നിങ്ങൾക്ക് സൈൻ 45 വാല്യൂ അറിയാം. 45 വാല്യൂ വെച്ചിട്ട് സൈൻ 44 അപ്രോക്സിമേറ്റ് ചെയ്താൽ ഒരുവിധം റെഡിയായി കിട്ടും. അതാണ് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ. മനസ്സിലായോ? മനസ്സിലായി സർ. അപ്പൊ നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഇത് അറിയാവുന്ന സ്ഥിതിക്ക് നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അപ്പൊ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എക്സാമ്പിൾ, സിമ്പിൾ അല്ല, പ്രോബ്ലം. ഫൈൻഡ് ദ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ഓഫ് f of x is equal to root x. f of x is equal to root x at x not equal to 1. x not equal to 1 f of x equal to root x ന്റെ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ കണ്ടുപിടിക്കും. ഇവരുദ്ദേശിക്കുന്നത് ഫോർമുല കണ്ടുപിടിക്കാനാണ് കേട്ടോ, ശരി, ഡൺ. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഫോർമുല എന്ന് പറയുന്നത് f of x is equal to f of x naught plus f dash of x naught into x minus x naught.
മനസ്സിലാക്കണം, ഈ എക്സ് നോട്ട് എന്ന് പറയുന്നത് 1 ആണ്, ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ റൂട്ട് എക്സ് ആണ്. അപ്പോ ഈ എഫ് ഓഫ് എക്സ് നോട്ട്, അതായത് ഈ എഫ് ഓഫ് 1 എന്ന് പറയുന്നത് റൂട്ട് 1 ആണ്, അതായത് 1 തന്നെ. എഫ് ഡാഷ് ഓഫ് എക്സ്, റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് പറയാമോ? 1/2 റൂട്ട് എക്സ്. 1/2 റൂട്ട് എക്സ് കഴിഞ്ഞു. എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട്, അതായത് എഫ് ഡാഷ് ഓഫ് 1 എന്ന് പറയുന്നത് 1/2 റൂട്ട് 1 ആണ്. 1/2 കിട്ടി. ഇനി നമുക്കെടുത്ത് ഫംഗ്ഷനിൽ കൊടുക്കാം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് നോട്ട് 1 ആണ്. 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് 1/2 ആണ്. 1/2 ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് 1, that is equal to 1 plus x/2 minus 1/2, that is equal to x/2 plus 1/2. 1 minus 1/2 ഇതാണ്. That is equal to 1/2 into x plus 1. 1/2 into x plus 1. This is the local linear approximation of f of x equal to root x at x not equal to 1. x not 1 ആകുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ 1ന്റെ അടുത്തുള്ള ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ആണെന്ന് പറയുന്നത് 1/2 into x plus 1. 1/2 into x plus 1. ഓക്കെ. നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം കേട്ടോ. പരീക്ഷിച്ച് നോക്കാം. കാൽക്കുലേറ്റർ എടുക്കുക. കാൽക്കുലേറ്റർ എടുത്തതിന് ശേഷം നിങ്ങൾ റൂട്ട് ഓഫ് 0.9 കണ്ടുപിടിക്കുക. റൂട്ട് ഓഫ് 0.9. എന്താണ് റൂട്ട് ഓഫ് 0.9? ആ 9486. വലിയ വാല്യൂ കിട്ടും. 868 ഒക്കെയാണ് വരുന്നത്. 87 എന്നിരുന്നോട്ടെ, അവിടെ കിടന്നോട്ടെ. ഇത് വലുതാണ്. മീൻസ് ഞാൻ വേണമെങ്കിൽ മൊത്തം വാല്യൂ അങ്ങ് എഴുതിയേക്കാം. 86832980 വാട്ട് എവർ ഇറ്റ് ഇസ്, ഇങ്ങനെ ഇരിക്കുന്ന ഒരു വാല്യൂ ആണ് റൂട്ട്. ഞാനുണ്ടല്ലോ, നിങ്ങൾ നോക്കുക, നിങ്ങൾ അപ്രോക്സിമേറ്റ് ചെയ്തത് 1-നാണ് ലോക്കൽ അപ്രോക്സിമേഷൻ. 1ന്റെ അടുത്തുള്ള വാല്യൂ ആണ് 0.9. ഞാൻ അതെടുത്ത് ഈ ഫംഗ്ഷനിൽ കൊടുക്കുകയാണ്. ഈ ഫംഗ്ഷൻ നമ്മുടെ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷനിൽ കൊടുക്കുകയാണ്. എഫ് ഓഫ് 0.9, that is equal to 1/2 into 0.9 x plus 1, that is equal to 1.9/2. 1.9/2 എന്ന് പറയുമ്പോൾ 0.95. നിങ്ങൾ നോക്കൂ, നിങ്ങൾ റൂട്ട് ഓഫ് 0.9 എടുത്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ 0.948. റൗണ്ട് ചെയ്യുമ്പോൾ 0.95 ഒക്കെ വരും. 0.95 ഒക്കെ വരും. നിങ്ങൾ അപ്രോക്സിമേഷന് കണ്ടുപിടിച്ച ഫോർമുല വെച്ച് കണ്ടുപിടിച്ചപ്പോൾ എന്ത് കിട്ടിയെന്ന് നോക്കൂ, 0.95. അടുത്തടുത്തുള്ള വാല്യൂസ് ആണ് കിട്ടിയത് കേട്ടോ. അടുത്തടുത്തുള്ള വാല്യൂസ് ആണ് കിട്ടിയത്. വളരെ ക്ലോസ് ആണ്. ശരി, നമുക്കിനി ജസ്റ്റ് ഒന്ന് അകലെ പോയി നോക്കാം കേട്ടോ. 1-ന് അപ്രോക്സിമേറ്റ് ചെയ്തു. റൂട്ട് 4 നോക്കാം. റൂട്ട് 4 നിങ്ങൾക്കറിയാം 2. അതിപ്പോ അകലത്തിലാണ്, നിങ്ങൾക്കറിയാം, നല്ലപോലെ അകലത്തിലാണ്. 1ഉം 4 തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 3 വരും. 3. നമുക്ക് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ വെച്ചിട്ട് എഫ് ഓഫ് 4ന്റെ വാല്യൂ കണ്ടുപിടിച്ച് നോക്കാം. 1/2 into 4 plus 1, that is equal to 5/2, that is 2.5. ഇപ്പൊ നോക്കൂ, ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ വെച്ച് കണ്ടുപിടിച്ച വാല്യൂ 2.5, പക്ഷെ യഥാർത്ഥ വാല്യൂ 2. എറർ എന്ന് പറയുന്നത്, അവര് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്ന 0.5. അതൊരു വലിയ എററാണ് കേട്ടോ. നമുക്ക് കിട്ടേണ്ടിയിരുന്ന ആക്ച്വൽ വാല്യൂ 2, പക്ഷെ കിട്ടിയത് 2.5. നമ്മൾ ദൂരേക്ക് മാറും തോറും എറർ കൂടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഈ ഫോർമുല 1ന്റെ അടുത്തുള്ള ആൾക്കാരെ അപ്രോക്സിമേറ്റ് ചെയ്യാൻ മാത്രം. 1ന്റെ അടുത്തുള്ള ആൾക്കാരെ അപ്രോക്സിമേറ്റ് ചെയ്യാൻ മാത്രമാണ് ഈ ഫോർമുല നമ്മൾ ഉപയോഗിക്കുന്നത്.
ദൂരോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഫോർമുല ഉപയോഗിക്കാമെങ്കിലും ഉത്തരം തെറ്റായിരിക്കും. ഉത്തരം വളരെ വ്യത്യാസം കാണും. എററിൽ വളരെ വലിയ എറർ കാണും. എറർ കിട്ടിയിട്ട് കാര്യം. മനസ്സിലായോ? ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായി സർ. ആ, ഇനി ഈ ക്വസ്റ്റ്യനിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത് എന്ന് പറഞ്ഞാല് നിങ്ങളോട് √1.1 ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. എന്നിട്ട് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ വെച്ചിട്ട് f(1.1) കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നു. നിങ്ങളോട് ആക്ച്വലി 1.1 എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. എന്നിട്ട് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ വെച്ചിട്ട് f(1.1)ന്റെ അടുത്ത് കിടക്കുന്ന വാല്യൂ ആണ് 1.1 കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് അവര് തമ്മിലുള്ള എറർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നു. നിങ്ങളോട് പറയുന്നു. നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. √1.1 നിങ്ങൾക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറയാമോ? കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് ആയിട്ട് √1.1 1.0488 0.48888 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാല്യൂ ആണ്. വാട്ട് എവർ ഇറ്റ് ഈസ്, അതവിടെ കിടക്കട്ടെ. നമുക്ക് വേണമെങ്കിൽ ഇതിനെ റൗണ്ട് ചെയ്തിട്ട് 1.0488 എന്നാക്കാം. ഒരുപാട് നീളം വേണ്ട, 4 ഡെസിമൽ വാല്യൂ. ഇനി f(1.1) അപ്രോക്സിമേഷനിൽ കൊടുക്കാം. 1/2 into x+1, 1.1 + 1, that is equal to 2.1/2. 2.1/2. 2.1/2 1.05. 1.05. നിങ്ങൾ രണ്ടുപേരുടെ വാല്യൂ കണ്ടു, വളരെ വളരെ അടുത്താണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ നേരിട്ടുള്ള വാല്യൂ കണ്ടുപിടിച്ചു, ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷനും കണ്ടുപിടിച്ചു. ഇനി ഇവര് തമ്മിലുള്ള എറർ കണ്ടുപിടിക്കണം. ഈ എറർ എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. എറർ എന്ന് പറയുന്നത് ഈ തന്നിട്ടുള്ള രണ്ട് വാല്യൂകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് കേട്ടോ. അതായത് ആക്ച്വലി കണ്ടുപിടിച്ച വാല്യൂവും നമ്മൾ അപ്രോക്സിമേഷനിലൂടെ കണ്ടുപിടിച്ച വാല്യൂവും തമ്മിലുള്ള വ്യത്യാസം. അതിന്റെ പോസിറ്റീവ് എടുക്കണം കേട്ടോ. അതിന്റെ പോസിറ്റീവ് വ്യത്യാസമാണ്, നെഗറ്റീവ് വ്യത്യാസമല്ല. This will be something like a 0.0112. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എനിക്ക് ചിലപ്പോൾ തെറ്റിയതും ആവാം. 1.05 മൈനസ് 1.0488. സോറി, 0012 ആണ്. തെറ്റിപ്പോയതാണ്. സീറോ 0012. ഇതാണ് കാര്യം. ഇവര് തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഈ ചെറിയൊരു വ്യത്യാസം വരും, വളരെ മൈന്യൂട്ടായ ഡിഫറൻസ്, സാരമില്ല. പക്ഷെ അതേസമയം √4 അപ്രോക്സിമേറ്റ് ചെയ്യാൻ പോയപ്പോ ഡിഫറൻസ് 0.5 ആണ്. അത് വലുതാണ്. ഇനി നിങ്ങൾ √9 ഇത് വെച്ച് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഭീകരമായി വീണ്ടും വലിയൊരു എറർ കിട്ടും. √9 3 ആണ്. നമുക്കിവിടെ 9 + 1/2 എന്ന് പറയുമ്പോൾ 5 കിട്ടും. 5 യഥാർത്ഥത്തിൽ കിട്ടേണ്ട വാല്യൂ 3യും കിട്ടിയത് 5. അതൊരു വലിയ വ്യത്യാസം തന്നെയാണ്. Done. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the local linear approximation of sin x at x0 = 0. x0 0 ആകുമ്പോഴുള്ള sin x-ന്റെ അപ്രോക്സിമേഷൻ ആണ് നമുക്ക് വേണ്ടത്. sin x-ന്റെ അപ്രോക്സിമേഷൻ at x0 = 0. അപ്പൊ നമുക്ക് നോക്കാം. x0-ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 0 ആണ്. ഫംഗ്ഷൻ വാല്യൂ f(x) എന്ന ഫംഗ്ഷൻ വാല്യൂ sin x ആണ്. അതിൻ്റെ അകത്ത് 0 കൊടുക്കുമ്പം നമുക്ക് കിട്ടുന്ന sin 0 0 ആണ്. ഇനി f' എന്ന് പറയുന്നത് സൈൻ്റെ ഡെറിവേറ്റീവ് cos x ആണ്. അവിടെ cos x-ൽ 0 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 ആണ്.
ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷന്റെ ഫോർമുല അനുസരിച്ച് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ആണ്. വാല്യൂസ് കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് 0 ആണ്, പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് 1 ആണ്, ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് 0. ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ്. Local linear approximation of sin x at 0 is x. Simple. 0ക്ക് അടുത്തുള്ള സൈനിന്റെ വാല്യൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. വേറെ ഒന്നും ചെയ്യണ്ട. തന്നിട്ടുള്ള വാല്യൂ അങ്ങ് എടുത്ത് കൊടുത്താൽ മതി. തന്നിട്ടുള്ള വാല്യൂ എടുത്ത് കൊടുത്താൽ മതി, യാതൊരുവിധ പ്രശ്നവുമില്ല. ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ഓഫ് സൈൻ എക്സ് അറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണ്. ഇതിന്റെ ബി പാർട്ട് ഉണ്ട് കേട്ടോ. ബി പാർട്ട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ഉപയോഗിച്ച് സൈൻ 2 ഡിഗ്രി അപ്രോക്സിമേറ്റ് ചെയ്യാം. സൈൻ 2 ഡിഗ്രി അപ്രോക്സിമേറ്റ് ചെയ്യും. എന്നിട്ട് ആക്ച്വൽ വാല്യൂ കണ്ടുപിടിച്ച് അപ്രോക്സിമേറ്റ് ചെയ്ത വാല്യൂ തമ്മിലുള്ള എറർ കണ്ടുപിടിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താണ് നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാം. ഇവരിവിടെ പറയുന്നത് എന്താണ്? സൈൻ 2 ഡിഗ്രി കണ്ടുപിടിക്കും. നിങ്ങൾക്ക് തന്നിട്ടുള്ളത് സൈൻ 0 ആണ് കേട്ടോ. നിങ്ങളുടെ എക്സ് നോട്ട് 0 ആണ്. എക്സ് നോട്ട് 0 തന്നിട്ട് അവര് 2 ഡിഗ്രിയുടെ ആ വാല്യൂ അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എറർ വലുതായിരിക്കുമോ? എങ്ങനെയാണ് എറർ വലുതായിരിക്കുമോ? എന്താണ് അവസ്ഥ? 0 തന്നിട്ട് 2 ഡിഗ്രി കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. കഴിഞ്ഞ ക്വസ്റ്റനിലൊക്കെ 0 തന്നിട്ട് 0 അല്ല 1 തന്നിട്ട് 1.1 ഒക്കെ കണ്ടുപിടിക്കാനേ പറഞ്ഞിട്ടുണ്ട്. അതിലെ വ്യത്യാസം നിങ്ങൾക്ക് അറിയാം. അപ്പൊ എന്ത് തോന്നുന്നു? എറർ കൂടുതലായിരിക്കും കുറവായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ സൈൻ 0 തന്നതിന് ശേഷം ഓബ്വിയസ്ലി നിങ്ങൾ ചിന്തിക്കുന്നത് 0.1 0.01 അങ്ങനെയുള്ള ചെറിയ വാല്യൂകളാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഓബ്വിയസ്ലി അതാണ് കാര്യം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കാനുള്ളത്. പക്ഷെ അതാണ് ഇവിടുത്തെ ട്വിസ്റ്റ് കേട്ടോ. നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. നിങ്ങളൊന്ന് കൺഫ്യൂഷൻ അടിപ്പിക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. ഈ 2 വാല്യൂ നിങ്ങൾ എടുത്തു കൊടുത്താൽ നിങ്ങളുടെ ഉത്തരം തെറ്റും. നേരെ എടുത്തു കൊടുത്ത് ഉത്തരം എന്തെങ്കിലും എഴുതി വെക്കാമല്ലോ എന്ന് പറഞ്ഞ് എഴുതി വെച്ച ഉത്തരം തെറ്റും. അവിടെയാണ് യഥാർത്ഥ കാര്യം ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഈ തന്നിട്ടുള്ള വാല്യൂ ഡിഗ്രിയിലാണ്. ഡിഗ്രിയിലുള്ള വാല്യൂവിനെ നിങ്ങൾ റേഡിയനിലേക്ക് മാറ്റണം. റേഡിയനിലേക്ക് മാറ്റാൻ നിങ്ങൾ ചെയ്യേണ്ടത് 2 × π/180 ചെയ്യുക. 2 × π/180 ചെയ്യുക. 2 × π/180 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് π/90 എന്ന് കിട്ടും. π/90 വേണമെങ്കിൽ ചുമ്മാ, ഞാനിപ്പോ എന്തായാലും ഇതിൽ ചെയ്യൂല, കാൽക്കുലേറ്ററിൽ നിങ്ങൾ π/90 ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങൾ π/90 കാൽക്കുലേറ്ററിൽ ഒന്ന് ചെയ്തു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് π/90 എന്ന് പറയുന്നത് 0.0349 എന്ന് കിട്ടും. 349. നിങ്ങൾ എന്നെ പറ, അത് 0യുമായിട്ട് വളരെ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു വാല്യൂ ആണ്. ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ അവിടെ ഓക്കെയാണ്, സാധ്യമാണ്. നിങ്ങൾ ഈ വാല്യൂ മാറ്റി കൊടുത്തില്ല എങ്കിൽ 2 ഡിഗ്രിക്ക് പകരം റേഡിയൻ വാല്യൂ മാറ്റി കൊടുത്തില്ല എങ്കിൽ നിങ്ങൾക്ക് ഉത്തരം തെറ്റും. നിങ്ങളുടെ ഉത്തരം തെറ്റിക്കാൻ വേണ്ടി തന്നെയാണ് അവരിങ്ങനെ ഒരു ചോദ്യം തന്നിരിക്കുന്നത്. മനഃപൂർവ്വം തന്നിരിക്കുകയാണ്. ഇവിടെ ഒരു കുടുക്കുണ്ട്, ശ്രദ്ധിക്കുക. അപ്പൊ ഞാന് നേരെ അപ്രോക്സിമേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മുടെ വാല്യൂ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ വെച്ച് എക്സ് തന്നെയാണ്. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 0.0349. എന്താണോ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വാല്യൂ അത് തന്നെ, 0.0349. ഇനി സൈനിന്റെ അകത്ത് ആക്ച്വലി വാല്യൂ കൊടുക്കാം. സൈൻ 2 ഡിഗ്രി അല്ല എങ്കിൽ സൈൻ π/90. നിങ്ങൾ കാൽക്കുലേറ്ററിൽ കൊടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു സയന്റിഫിക് കാൽക്കുലേറ്റർ ആണെങ്കിൽ നിങ്ങളുടെ സയന്റിഫിക് കാൽക്കുലേറ്റർ ഡിഗ്രിയിലാണ്. മേളിൽ ഡി എന്നൊരു സിമ്പൽ കാണുമെങ്കിൽ സൈൻ 2 ഡിഗ്രി കൊടുത്തു നോക്കൂ.
സൈൻ 2 ഡിഗ്രി സൈൻ 2 ഡിഗ്രി അല്ലെങ്കിൽ സൈൻ 2 എന്ന് നിങ്ങൾ കൊടുത്താൽ മതി. സൈൻ 2 എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വാല്യൂ തന്നെ ഏകദേശം കിട്ടും. ഇനി നിങ്ങളുടെ കാൽക്കുലേറ്റ് പറഞ്ഞു കിട്ടി സർ. കിട്ടിയോ? കിട്ടി, ശരി. ഇനി അതേസമയം നിങ്ങളുടെ കാൽക്കുലേറ്റർ റേഡിയനിലാണെങ്കിൽ, അതായത് മുകളിൽ ആർ സിമ്പിൾ ഉണ്ടെങ്കിൽ ആർ സിമ്പിൾ നിങ്ങൾ നോക്കാം. ഡി സിമ്പിൾ ഉണ്ടെങ്കിൽ ആർ സിമ്പിൾ കാണില്ല കേട്ടോ. നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ ആർ സിമ്പിൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആർ സിമ്പിളിലാക്കാൻ പറ്റും. നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ ഷിഫ്റ്റിലൊക്കെ പോകുമ്പോഴേക്കും റേഡിയൻ RAD എന്ന് പറയുന്നൊക്കെ കിട്ടും. DG ഡിഗ്രി, RAD റേഡിയൻ. അപ്പൊ അത് റേഡിയനിലേക്ക് മാറ്റുകയാണെങ്കിൽ നിങ്ങൾ സൈൻ π/90 എന്ന് കൊടുക്കും. സൈൻ π/90 എന്ന് കൊടുക്കണം. അപ്പോഴും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 0.03489 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും. 0.03489 എന്ന് പറയുന്ന വാല്യൂ. അതാണോ കിട്ടിയത്? ഇതല്ലേ കിട്ടിയത്? റേഡിയനിലാക്കി നോക്കി. റേഡിയനിലാക്കി നോക്കിയായിരുന്നോ? റേഡിയൻ ആക്കിയപ്പോഴത്തേന് 0.909. റേഡിയനിലാക്കിയപ്പോ 0.909 എന്ന് വരില്ല. റേഡിയനിൽ ഞാൻ പറയുന്നത് നിങ്ങളുടെ കാൽക്കുലേറ്ററിനെ റേഡിയനിലാക്കാനാണ് ആദ്യം. അതായത് ഷിഫ്റ്റിൽ പോകണം. ഷിഫ്റ്റിൽ പോവുക, അത് നെക്സ്റ്റ് അടിച്ച് നിങ്ങളുടെ സയന്റിഫിക് കാൽക്കുലേറ്റർ ആണെങ്കിൽ ഷിഫ്റ്റിൽ നെക്സ്റ്റ് അടിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ RAD എന്ന് പറഞ്ഞു കിട്ടും. വീണ്ടും ഷിഫ്റ്റ് അടിക്കുമ്പോൾ. അല്ലെങ്കിൽ നമ്മുടെ ഷിഫ്റ്റ് മോഡാണ്, ഷിഫ്റ്റ് അല്ല മോഡ്. മോഡില് വീണ്ടും അടിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടും. അല്ല എങ്കിൽ ഷിഫ്റ്റ് പ്ലസ് മോഡ് അടിച്ചാലും ചിലപ്പോൾ ഏതാണ് നിങ്ങളുടെ കാൽക്കുലേറ്ററിന്റെ സെറ്റിംഗ് എന്ന് എനിക്കറിയില്ല. അങ്ങനെ അടിക്കുമ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിനെ RAD റേഡിയനിലോട്ടും ഡിഗ്രിയിലോട്ടും മാറ്റാൻ പറ്റും. നിങ്ങൾ അത് നോക്കുമ്പോൾ DG കാണുകയാണെങ്കിൽ ഡിഗ്രിയാണ്. അപ്പൊ ഡിഗ്രിക്ക് താഴെ അവർ 2 എന്ന് എഴുതിയിട്ടുണ്ടോ, അതായത് 2 എന്ന കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കാൽക്കുലേറ്റർ ഡിഗ്രിയിലാവും. അതേസമയം നിങ്ങളുടെ RADയുടെ താഴെ 3 എന്ന് വല്ലതും കാണുമായിരിക്കും. അപ്പൊ 3 പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കാൽക്കുലേറ്റർ റേഡിയനിലാവും. ഡിഗ്രിയിലാണെങ്കിൽ നിങ്ങളുടെ കാൽക്കുലേറ്ററിന്റെ മുകളിലായിട്ട്, നിങ്ങളുടെ സ്ക്രീനിന്റെ മുകളിലായിട്ട് D എന്ന് എഴുതിയിട്ടുണ്ടോ. റേഡിയനിലാണെങ്കിൽ നിങ്ങളുടെ സ്ക്രീനിന്റെ മുകളിലായിട്ട് R എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ കഴിയും. വാട്ട് എവർ ഇറ്റ് ഇസ്. ഇതാണ് സംഗതി. ഇനി എറർ കാൽക്കുലേറ്റ് ചെയ്യാം. എറർ എന്ന് പറയുന്നത്, അവർ തമ്മിലുള്ള വ്യത്യാസം, എറർ എന്ന് പറയുന്നത് 0.349 സോറി 0.0349 മൈനസ് 0.03489. That will be something around 0.0349 minus 0.03489. That will be something around 0.000001. Error. ഇതാണ് നമ്മുടെ എറർ. വളരെ ചെറിയ എററാണ് നമുക്കുണ്ടായത്. Done. Okay. ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ മനസ്സിലായോ? മനസ്സിലായി സർ. Okay, done. നെക്സ്റ്റ് നിങ്ങൾക്ക് dy/dx ഇതറിയാം. dy/dx നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഈ ഒരു dy/dx-നെ, അതായത് നിങ്ങൾക്ക് f' എന്ന ഡെറിവേറ്റീവിനെ എഴുതാം. അതിന്റെ കൂടെ dy/dx എന്നൊരു സിമ്പിൾ ഉണ്ട്. ഈ സിമ്പിളിനെ നമ്മൾ വിളിക്കുന്ന പേര് ലെബനിസ് നൊട്ടേഷൻ. ഈ സിമ്പിളിനെ നമ്മൾ വിളിക്കുന്ന പേര് ലെബനിസ് നൊട്ടേഷൻ എന്നുള്ളതാണ്. ഓക്കെ, ഡൺ കഴിഞ്ഞു. നൗ dy/dx എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം f' ആണ്. So it can be also written as dy equal to f' into dx. ഇങ്ങനെ നിങ്ങൾ എഴുതി കണ്ടിട്ടുണ്ട്. And this particular form is called your differential form.
ഡിഫറൻഷ്യൽ ഫോം. ഞാൻ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഈ പറയുന്നത്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. dy/dx എന്ന് പറയുന്ന സിമ്പൽ എന്ന് പറയുന്നത് ലെബിനിറ്റ്സ് നൊട്ടേഷൻ എന്നാണ് അയാൾ വിളിക്കുന്നത്. അതേസമയം dy/dx ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് എന്നോ അല്ലെങ്കിൽ dy ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു dx എന്നോ എഴുതുന്ന ഈ ഒരു ഫോർമാറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിഫറൻഷ്യൽ ഫോം. ഡിഫറൻഷ്യൽ ഫോം. അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. മറ്റൊന്നുമില്ല. ഇത് 1 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ.